ആ ഇനി പറഞ്ഞോട്ടെ, സാറിന് എന്തൊക്കെയാ അറിയേണ്ടത്? നീ ആരാടാ? ഞാനോ? ഞാൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരാണെന്ന്. ഇനി നമ്മൾ ആരാണെന്ന് ഇവനെ മനസ്സിലാക്കി കൊടുക്കണം. കേറാശാണ് ആ കൈ പിടിച്ച് എങ്ങനെ ഇരിക്കുന്ന എന്റെ ആശാന്റെ അടിയുടെ ഊക്ക്. അയ്യോ ചുമ്മാ നീ വീട്ടിലേക്ക് പോകാനാ പറഞ്ഞത്. എന്തായിരുന്നു കുഞ്ഞെ വഴക്ക്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ മകനോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് നടക്കാൻ പറയണം. അവനൊരു വഴക്കാളിയാ. കുഞ്ഞേതാ? ഞാനീ നാട്ടുകാരനല്ല. ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എന്റെ മുഖച്ചായയിൽ അമ്മ വേറെ ആരെങ്കിലും കണ്ടു കാണും. അതും ശരിയായിരിക്കും. കുഞ്ഞ് നടന്നൊക്കെ മറന്നേക്കണം. ഞാനിത് എപ്പോഴും മറന്നു കഴിഞ്ഞമ്മേ. ഞാൻ വരട്ടെ. ശരിയമ്മേ. ഈ വിജനമായ സ്ഥലം പോലെ എന്റെ മനസ്സ് വിജനമാണ്. ഉടമസ്ഥന് സമ്മതമാണെങ്കിൽ കുടിയേറി താമസിക്കാൻ ആള് കാണും. പക്ഷെ ആ മാൻപേട അതിർത്തിയിൽ വന്ന് എത്തി നോക്കുന്നതേ ഉള്ളു. അകത്തേക്ക് കിടക്കണ്ടേ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതിർത്തി ലംഘിക്കാമല്ലോ. ഇനി ഇത് വളച്ചേട്ടണ്ട. വരാം, താമസിക്കാം. പാട്ടമോ ഒറ്റയോ? രണ്ടുമല്ല, ജന്മം. അപ്പോൾ ഈ ജീവിതം മുഴുവൻ? ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അതിലും. ഇയാളെ കയറി പിടിക്കാൻ വരുന്നു. എമ്മാടി അവൻ ഓടിക്കളഞ്ഞു. കുഞ്ഞെന്തിനാ ഇതുവഴി വന്നത്? ഇതൊരു എളുപ്പ വഴിയാ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം അവനെന്നെ കയറി പിടിച്ചു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ. സാരമില്ല. കുഞ്ഞിന് വീട്ടിലാരുമില്ലേ? അമ്മ മാത്രമേ ഉള്ളൂ. വളരെ ഉപകാരം. ഞാൻ വരട്ടെ. നിൽക്ക. കുഞ്ഞിന് തനിച്ച് വീട്ടിൽ പോണ്ട, ഞങ്ങൾ ഉണ്ടാക്കാം. വരും വരും. ഇതാണ് എന്റെ വീട്. ഇനി കുഞ്ഞ് അകത്തേക്ക് പൊയ്ക്കുള്ളൂ. അകത്ത് വന്നാൽ അമ്മയെ കൂടെ ഒന്ന് കണ്ടോണ്ട് പോകാം. ഇനി ഒരു ദിവസം ആകട്ടെ കുഞ്ഞ്. മേലാൽ വെളിയിലൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം. ആരാ മോളെ? എന്ത് എന്ത്? എന്നെ പഠിച്ചോനെ, ഈ ജന്മത്തിന് നിങ്ങളെ കാണുമെന്ന് വിചാരിച്ചില്ല. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ.
നിങ്ങളെ തേടാത്ത സ്ഥലങ്ങളില്ല, അനുഭവിക്കാത്ത വേദനകളില്ല എനിക്ക്. ചേട്ടാ, ഇതാരാണെന്നറിയാമോ? ചേട്ടന്റെ മോള് ഷീല. എന്റെ മോളോ? എന്റെ മോള് ഷീല? അതെ ചേട്ടാ. ഷീല, ഇതാണ് നിന്റെ അച്ഛൻ. മോളെ, എന്റെ പൊന്നു മോളെ, നീ എത്ര വളർന്നു പോയി മോളെ. ഇത്ര നാളും അച്ഛനും അമ്മാവനും ഞങ്ങളെ വിട്ടിട്ട് എവിടെ പോയിരുന്നു? മോളോട് പറയാൻ പാടില്ലാത്തൊരു സ്ഥലം. ജയിലിലാണോ അമ്മാവ? അല്ല, ഇനി നിന്നെ എന്തിനു മറയ്ക്കുന്നു? ഞങ്ങൾ ഭ്രാന്താശുപത്രിയിലായിരുന്നു. ഭ്രാന്താശുപത്രിയിലോ? അതെ മോളെ, ഞങ്ങളെ ഭ്രാന്തരാക്കി അയച്ചതാണ്. ഐഷേ, സലീം എവിടെ? അകത്താണോ? മോനെ സലീം, ബാപ്പ വന്നടാ, ഓടി വാ. എന്താ കരയുന്നത്? എന്റെ മോനെവിടെ? പറയൂ. നമ്മുടെ മോൻ തിരക്ക് തീ പിടിച്ചപ്പോ മരിച്ചുപോയി. സലീം, രാമു, എന്റെ സലീം നമ്മളെ വിട്ടു പോയടാ. അവനെ ഒരു നോക്ക് കാണാൻ ഞാൻ കൊതിച്ചു കാത്തിരുന്നതാണ്. കരയാതെ ബാബു, കരയാതെ. സാറേ, നിങ്ങൾ താമസിക്കുന്ന വീട്ടില് ആ ടീച്ചറിനെ പിടിച്ച് ആരൊക്കെ തല്ലുന്നു. എന്താ ഇത്? ടീച്ചർ, വേഗമാട്ടെ. ഇതെന്ത് പറ്റി ടീച്ചർ? ഞാൻ ചത്തുപോകും കുഞ്ഞ്. അവരെന്നെ ഒത്തിരി തല്ലി. ആര്? ആ മുതലാളിയുടെ മോനും 2-3 പേരും കൂടി വന്ന് നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്നും ഇങ്ങോട്ട് പോയെന്നും ഒക്കെ ചോദിച്ചു. എന്നിട്ടാ? എനിക്കറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരത് വിശ്വസിച്ചില്ല. എല്ലാരും കൂടെ എന്നെ തല്ലി. നിവൃത്തിയില്ലാതെ വന്നപ്പം നിങ്ങൾ ആ ഗ്രാമസേവികയുടെ വീട്ടിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ആശുപത്രിയിൽ. രാമു, നീ ടീച്ചർ നോക്കിക്കോളൂ. ഐഷയും ഷീലയും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാണണമെങ്കിൽ പഞ്ചവൻ കാട്ടിൽ വരിക.
ആ